ഹൃദയപൂർവ്വം ഒരു പക്കാ സത്യനന്ദിക്കാട് മൂവി. അതായത് തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് മൂവി. ഒന്നും പറയാനുമില്ല, ഒന്നും ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല, ഒരു മോശം പറയാനില്ല, ഒരു വയലൻസ് പറയാനില്ല, ഒരു കോമഡി പറയാനില്ല. അങ്ങനെ തുടങ്ങി ഇതേപോലെ എങ്ങനെ അങ്ങ് പോയിട്ട് അങ്ങ് തീരുന്നൊരു മൂവി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ലോക മൂവി കണ്ടിൻ്റെ എഫക്റ്റിലൊക്കെ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിച്ച് പോകരുത്. ചുമ്മാ ഇരുന്ന് ഒരു വട്ടം കണ്ടു തീർക്കാനുള്ളൊരു മൂവി. അതിൻ്റെ അപ്പുറത്തോട്ട് ആ മൂവിയുടെ ഒരു സ്റ്റോറി ലൈനോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ചിരിച്ച് അല്ലെങ്കിൽ സമാധാനത്തിൽ അധികം കോമഡികളില്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല. തുടങ്ങി അങ്ങ് അവസാനിക്കുന്നൊരു മൂവി. ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളുടെ ഫാമിലി അതിലോട്ട് ഹൃദയം കൊടുത്ത ഒരാളുടെ ഒരു ക്യാരക്ടർ വരുന്ന അങ്ങനെ ആ മൂവി അങ്ങനെ തുടങ്ങി അങ്ങനെ കഴിയുന്നൊരു മൂവി. പിന്നെ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ ഹ്യൂമറിക്കലി അതല്ലെങ്കിൽ സ്റ്റോറി ലൈൻ നമുക്ക് ഒരുപാട് ചിന്തിച്ച് തല പുകയ്ക്കാനൊന്നുമില്ല. കണ്ടിരുന്നിട്ട് തീർക്കാൻ പറ്റുന്നൊരു മൂവി. ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ, അതിനെ ഒരു 2.5-3 മണിക്കൂറോളം അങ്ങ് തള്ളി കയറ്റി വെച്ചൊരു മൂവി. അതിന് 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ മാത്രമുള്ള ഒരു മൂവി. പിന്നെ അതിൽ അഭിനയിച്ച മോഹൻലാൽ ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു സ്റ്റൈല് നമ്മൾ A to Z പുള്ളിനെ അങ്ങനെ കണ്ടിരിക്കാം. നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല, നല്ല രസമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു ക്യാരക്ടർ. പിന്നെ മാളവികയുടെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്, അടിപൊളിയാണ്. ഇതുവരെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറൊന്നുമില്ല, കൂളായിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്മുടെ സംഗീത് പ്രതാപ്, നമ്മുടെ അമൽ ഡേവിസ് എടുത്തു പറയണം. അമൽ ഡേവിസും അല്ലെങ്കിൽ മോഹൻലാലും ആ ഒരു ബോണ്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇത്രയും വലിയൊരു ആക്ടർ അല്ലെങ്കിൽ അമൽ ഡേവിസിനെ പോലെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് പോകുന്നൊരു ബോണ്ടിലോട്ട് പോകുന്നൊരു മൂവി. പിന്നെ നമ്മുടെ സംഗീതം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയിലൊക്കെ ഉള്ള നടിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് മലയാളം മൂവിയിൽ വരുന്നത്. വളരെ രസമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലു അലക്സ് ഓവറാക്കേണ്ടടുത്ത് ഓവറാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയി. പിന്നെ സിദ്ദീഖ് പിന്നെ ഏത് വേഷം കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പെർഫെക്ഷനിൽ ചെയ്ത് തീർക്കുന്ന ഒരാൾ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താ പറയുക, ഈ എത്തിസ്റ്റാണോ അല്ലെങ്കിൽ എത്തിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിലോട്ടുള്ള കുറച്ച് ഡയലോഗ്സും കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം ഭയങ്കരമായിട്ട് മതവിശ്വാസികൾക്ക് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചിന്തിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിനെ ഒരു വില കൽപ്പിക്കാണ്ട് അല്ലെ പുല്ല് വില കൽപ്പിച്ച് അതൊന്നുമല്ല, സയൻസാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ പോകുന്ന കുറച്ച് ഇൻസിഡൻസും ഡയലോഗ്സും ഒക്കെ മൂവിയിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് കുറേ പാട്ട് പോകുന്നത്. അത് എത്രത്തോളം നമ്മുടെ വിശ്വാസികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു പോർഷൻസും ഈ മൂവിയുടെ A to Z ഭാഗത്തുണ്ട്. ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും പിന്നെ കുറച്ച് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ നമ്മൾ പലരും നമ്മൾ അവസാനം ദൈവത്തിനോട് അർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൽ തന്നെയാണോ ഇതൊക്കെ ഉള്ളത്, അതല്ലെങ്കിൽ അതൊക്കെ സയൻസാണോ മനുഷ്യനാണോ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മൂവി കൂടെ പോകുന്നുണ്ട്. പിന്നെ ജനാർദ്ദൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം തോന്നിട്ടോ സ്ക്രീനിൽ ജനാർദ്ദനൊക്കെ വരുന്നത് നല്ല രസത്തിൽ കുറച്ച് ഭാഗങ്ങളുള്ളെങ്കിലും, പക്ഷേ എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു തള്ളിച്ച അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു കരസ്പർശം ഏറ്റുപോകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കേട്ടിരുന്ന് സമാധാനത്തോടുകൂടി കണ്ടിരുന്ന് തീർക്കാൻ പറ്റുന്നൊരു മൂവി ആയിട്ടാണ് എനിക്ക് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന മോഹൻലാലിൻ്റെ മൂവി തോന്നിയത്. നമ്മളെ ലോകം അപ്പുറത്തുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെ കമ്പാരിസൺ ഒന്നും പറ്റുന്നില്ല. രണ്ട് ജേണറിലൊരു മൂവി തന്നെയാണ്. പക്ഷേ കുറച്ച് ആളുകൾ കയറി കണ്ട്, അതായത് പ്രത്യേകിച്ച് ഒരു കുടുംബ ഫാമിലിക്കൊക്കെ കയറി ഇരുന്ന് കണ്ടിട്ട് തീർക്കാൻ പറ്റുന്നൊരു മൂവി. ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഡയലോഗ്സോ മോശമായിട്ടുള്ള ജോക്കുകളോ ഒന്നുമില്ലാത്തൊരു മൂവി, നോർമലായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു മൂവി എന്നാണ് എനിക്ക് ഈ ഒരു മൂവിനെ പറ്റി തോന്നിയത്. ആസ് യൂഷ്വൽ സെയിം സത്യനന്ദിക്കാടിൻ്റെ ഒരു ജേണറിലുള്ള മൂവി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇതിന് പറയാനുമില്ല. ഭയങ്കര ഹൈപ്പ് കൊടുക്കാനും വളരെ മോശമെന്ന് പറയാനുമില്ല. ഇതാ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ അവസാനിക്കുന്നൊരു മൂവി. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണുന്നവർക്ക് കാണാം. അതല്ല ഇപ്പോൾ OTTയിൽ വന്ന് കണ്ടു കഴിഞ്ഞാലും തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലും TV യിൽ കണ്ടു കഴിഞ്ഞാലും നമുക്കൊരേ ഫീല് ഈ ഒരു മൂവീൻ്റെ കാര്യത്തിൽ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ
അപ്പം ഓണത്തിന് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ലോകയായിട്ട് കമ്പയർ ചെയ്യുമ്പം ലോക തന്നെ അടിച്ചിടും ഓണം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ എഫക്റ്റ് മാറിയിട്ട് നിങ്ങൾ കുറച്ചൊരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു ഫീൽ ഫ്രീ മൂവിയിലോട്ട് വരണമെങ്കിൽ അതിന് പറ്റുന്നൊരു മൂവി തന്നെയാണ് ഹൃദയപൂർവ്വം.